ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അരിപ്പൊടി റവയും വെച്ചിട്ട് കറി ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇടയ്ക്കൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബൗളിൽ അരിപ്പൊടി അളന്നെടുത്തിട്ടുണ്ട്. നമ്മുടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി. അതൊരു 2 കപ്പ് അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വറുക്കാത്ത പൊടിയാണ്, വറുത്ത പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് അതേ ബൗളിൽ ഒരു ബൗള് റവയാണ് കേട്ടോ എടുക്കുന്നത്. ആ റവ ഇതേപോലെ വറുക്കാത്ത റവയാണ് കേട്ടോ. വറുത്ത റവയായാലും കുഴപ്പമില്ല. വറുത്ത റവയും വറുത്ത അരിപ്പൊടിയാണെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് കൂടിപ്പോകും എന്നുള്ളൂ, അല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ വെജിറ്റബിൾസോ മുട്ടയോ ചിക്കനോ ഒന്നും ചേർക്കാണ്ട് നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എത്ര വേണമെങ്കിലും കഴിച്ചു പോകും. അപ്പോൾ അതേ ബൗളിലാണ് ഞാൻ വെള്ളം അളന്നെടുക്കുന്നത് കേട്ടോ. 4 കപ്പ് വെള്ളം ഞാൻ അളന്നെടുക്കുന്നുണ്ട്. നമ്മൾ 3 കപ്പാണ് അരിപ്പൊടി റവയും കൂടി എടുത്തിട്ടുള്ളത്. ഒരു എക്സ്ട്രാ കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് എത്ര വെള്ളം വരുന്ന അറിയില്ല, നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് മുൻകൂറായി 1 കപ്പും കൂടി വെള്ളം അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തു കൊടുക്കുക. പിന്നെ നിങ്ങൾ വറുത്തതാണെന്ന് വെച്ചാൽ അതെന്തായാലും അധികം എടുക്കണം കേട്ടോ വെള്ളം. എന്നിട്ടിത് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കൂലേ, വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ മിക്സാക്കി എടുക്കുക. കുറച്ച് ഇടിയപ്പത്തിന് നമുക്ക് കുറച്ച് ലൂസിലല്ലേ എടുക്കുക, അതേപോലെ എടുക്കുക കേട്ടോ. കാരണം നമ്മളിത് റവ ചേർത്തതാണ്, റവ വെള്ളമൊക്കെ കുടിച്ച് പോകും. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാനൊരു മരത്തവി വെച്ചിട്ടാണ് കേട്ടോ മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു കുറച്ച് ഭാഗം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നനഞ്ഞിട്ടില്ല. അപ്പോൾ നല്ലോണം നനച്ചെടുക്കണം. എല്ലാ ഭാഗത്തും വെള്ളമാവുന്ന തരത്തിൽ നമ്മൾ മിക്സാക്കി കൊടുക്കണം കേട്ടോ. എവിടെയും വെള്ളം നനവ് ഇല്ലാണ്ടാവരുത്. ഇത് ഒന്നായിട്ടൊരു ഉരുണ്ട് കൂടി ഒരുപോലെ ആയി വരും. നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ ഒരു പരന്ന ഒത്തിരി വിസ്താരമുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇളക്കിയെടുക്കാനും എളുപ്പമാവുക. ഇപ്പോൾ അതുകൂടി ഒഴിച്ച് ഞാൻ ഒന്നുകൂടി മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി നനവ് കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിത് റവ ഇട്ടുകൊണ്ട് ഇനി റവ വെള്ളം കുടിച്ചാലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതിപ്പോൾ ഒന്ന് ഡ്രൈ പോലെ തോന്നി. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ 1 കപ്പോളം വെള്ളം നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ 3 കപ്പ് എടുത്തതിന് 3 കപ്പ് തന്നെ വന്നിട്ടുള്ളൂ. നമ്മളിത് വറുക്കാത്തതാണ്, റവയും അരിപ്പൊടി എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി റവയാണെന്ന് വെച്ചാൽ വെള്ളം കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നോക്കി ഒഴിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റാണ്, കണ്ടല്ലോ. ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന തരത്തിൽ. പത്തിരിക്ക ആകുമ്പോൾ ഒന്നും കൂടി നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കുക. അത് റവ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചൂടാറുവോളം ഒന്ന് അടച്ചു വെച്ചെടുക്കാം. ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ചട്ടിയിലിട്ടിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അധികം നേരിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് സെറ്റായി വരുവോളം. കാരണം ഇത് നല്ല സോഫ്റ്റിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് മാറ്റി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. കുട്ടികൾ ഇഷ്ടത്തോടെ കഴിച്ചോളും, അതേപോലെ വലിയവരും. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് 2 പാട്ടാക്കി എടുത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിക്കോട്ടോ. കാരണം ഇനി കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിലാക്കി എടുത്തിട്ട് നമുക്കിതിനനുസരിച്ചിട്ടുള്ള ഉരുളകൾ എടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് എടുക്കാം. നമ്മളിത് പൂരിയുടെയൊക്കെ വലിപ്പത്തിന് എടുത്താൽ മതി. ഇതുപോലെ കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഉരുളയും ഇതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പ്രസ്സിലാണ് അമർത്തിയെടുക്കുന്നത്. എൻ്റെ പ്രസ്സിൽ ഞാൻ ഓറ ചുറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പ്രസ് പഴയ പ്രസ്സാണ്, അപ്പോൾ കുറച്ച് തുരുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ ഓറ ചുറ്റിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഉരുള വെച്ചിട്ട് നമുക്ക് പതിയെ അമർത്തി കൊടുക്കാം. ഇനി പ്രസ് ഇല്ലെങ്കിൽ എണ്ണ കവർ എടുത്തിട്ട് അതിൻ്റെ മേലെ പ്ലേറ്റ് വെച്ച് അമർത്തിയെടുത്താലും മതി കേട്ടോ. ഇതുപോലെ നല്ല തിന്നി കനം കുറച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല കനം കുറക്കും വേണ്ട, നമ്മൾ പൂരിക്കൊക്കെ അമർത്തിയെടുക്കില്ല അതുപോലെ. അപ്പോൾ അതാ നമ്മൾ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒന്നിട്ട് ഓരോന്ന് അമർത്തിയെടുക്കുമ്പോൾ ഓരോന്ന് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഈ അമർത്തുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് പരത്തും ചെയ്യാം, കാരണം നമ്മൾ പ്രസ്സിൽ അമർത്തുകയാണല്ലോ, അപ്പോൾ എളുപ്പത്തിൽ അമർത്താൻ പറ്റും. നല്ല ബബിൾസ് ആയിട്ട് തന്നെ ഇത് പൊന്തി വരും. ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുരിപ്പിച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്തതാണ്. അപ്പോൾ കൂടുതൽ നേരം വെച്ച് മുരിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം, എണ്ണ വാർത്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഒട്ടും എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല കേട്ടോ. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണെങ്കിൽ അധികം എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇതാ നമ്മൾ ഒന്നുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതുപോലെ അടുത്തതും ചുട്ടെടുക്കാം കേട്ടോ. എണ്ണ നല്ലോണം വാർത്തെടുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാതും നല്ല ബബിൾസ് ആയിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് ഈ പൊരിച്ച പത്തിരി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല കേട്ടോ. നമ്മൾ കറി വെച്ചിട്ടും ഇത് കഴിക്കാൻ പറ്റും, പക്ഷേ അതിലും കൂടുതൽ ടേസ്റ്റി നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതുകൊണ്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടിച്ചാൽ അതനുസരിച്ചിട്ട് കഴിക്കാൻ പറ്റും. നമ്മൾ ഭൂരി ഒന്നും കഴിക്കണ പോലെ അല്ല, ഇത് പൊരിച്ച പത്തിരി നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ മേലെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റുമാണ്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. എത്ര വേണമെങ്കിലും നമ്മൾ കഴിച്ചു പോവും. അപ്പോൾ അടുത്തതൊന്ന് മറിച്ചിടാറായിട്ടുണ്ട്, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്, നമുക്ക് കൈ വെച്ചിട്ട് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ നല്ല റെസിപ്പികളുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.